എൻ്റെ പൊന്ന് കോവാല, എന്നോടൊരു കാര്യം പറയട്ടെ. ഇയൊക്കെ ചത്ത് കഴിഞ്ഞ് കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെ ഈ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടാണോ കുഴിയിലോട്ട് തന്നെ വെക്കുമ്പോഴും? അല്ലെങ്കിൽ കുഴിയിൽ കിടന്ന് നീ വീണ്ടും വിളിച്ച് പറയൂ, എടോ ഇത്രയും അത്തിമുത്തിയോ ആയില്ല ചങ്ങായി, ഇനിയെങ്കിലും കുറച്ചൊക്കെ ഒരു ഉള്ള കാലത്തെ ഇഷ്ടകാലത്തെങ്കിലും ഈ വർഗീയത പറയാണ്ട് അല്ലെങ്കിൽ ഈ ചെറ്റ വർത്താനം വായിക്കൂടെ പറയാണ്ട് കുറച്ച് രാമരാമൊക്കെ ചെല്ലി ജീവിച്ചൂടെ? സാറേ, തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ കഴിഞ്ഞ ദിവസം UK ഒരു റാലി സംഘടിപ്പിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് പങ്കെടുത്തത്. അതായത് 1.5 ലക്ഷം കുടിയേറ്റ വിരുദ്ധ റാലി. ആ തെരുവുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുക. അപ്പോൾ എത്രയോ കാലമായി അടക്കി വെച്ചിരുന്ന ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു തുടക്കമാണിത്. അങ്ങനെയല്ലേ കരുതിക്കൂടാണ്? അതായത് കുടിയേറ്റ വിരുദ്ധ റാലി എന്നാണ് പേരിട്ടിരുന്നെങ്കിലും ഇതൊരു മുസ്ലിം വിരുദ്ധ റാലി ആയിരുന്നു. കാരണം റാലിയിൽ അങ്ങനത്തെ ഈ പ്ലക്കാർഡുകൾ അല്ലേ, മുദ്രാവാക്യങ്ങൾ എല്ലാം, കൊടികൾ, ചില ഉദാഹരണത്തിന് ഈ പലസ്തീൻ കൊടിയൊക്കെ വെച്ചിട്ട് അത് കീറിക്കളയുകയൊക്കെ ചെയ്തിരുന്നു. എന്ത് മനുഷ്യനാണ് ഇയൊക്കെ തിന്നുന്നത് ചോറല്ല, ചാണം തന്നെയാണല്ലേ. കഷ്ടം. ഏതായാലും ടോമി റോബിൻസൺ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ ദിവസം ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ തടിച്ചു കൂടിയ ലണ്ടൻ എന്താ പറയുക നഗരത്തിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടു. ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു അല്ലേ. ഈ വാർത്തകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് ആൻറ്റി മൈഗ്രൻ്റ്, അതായത് ലണ്ടനിലോട്ടുള്ള കുടിയേറ്റക്കാർക്കെതിരെയായിരുന്നു ഈ ഒരു റാലി സംഘടിപ്പിച്ചത്. അതിൽ പലതരത്തിലുള്ള കൊടികൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിനനുകൂലിച്ച് വന്നിട്ടുള്ള പല ഇസ്രായേലി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവർ പലസ്തീൻ്റെ കൊടി, കീറിയിട്ടുള്ള കൊടി, ഇസ്രായേലിൻ്റെ കൊടി വരെ അവിടെ ഈ റാലിൻ്റെ ഇടയിൽ കൂടെ ഇസ്രായേലിൻ്റെ കൊടി വീശി നടന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല കൊടികൾ വീശി നടന്ന ആൾക്കാരുണ്ട്. പിന്നെ സത്യമാണ്, മുസ്ലിം ടെററിസത്തിനെതിരെ ആൾക്കാർ അതിൽ കൊടി വീശിയിട്ടുണ്ട്, സത്യമാണ്. അതുപോലെ തന്നെ കാവിക്കൊടിയുടെ മേലെ ഇൻഡു വട്ടമിട്ടിട്ട് അതിലൂടെ കൊടി വീശിയിട്ടുണ്ട്, അതും അവിടെ നടന്നിരുന്നു. ലോകത്തുള്ള ഏതൊരു തീവ്രവാദത്തിനെതിരെയും അതല്ലെങ്കിൽ ആൻറ്റി എന്താ പറയുക ടെററിസത്തിനെതിരെയും അതുപോലെ ആൻറ്റി മൈഗ്രൻറ്റിനെതിരൊക്കെയാണ് ഈ ഒരു ഈ റാലി നടന്നത്. അതിനെല്ലാവരും കൂടെ ഗോദി മീഡിയയും നമ്മുടെ നാട്ടിലെ ഈ സംഘപരി വാണങ്ങളുടെ ചാനൽ ഇതുപോലത്തെ വാണങ്ങൾ കുത്തിയിരുന്ന് അത് ആൻറ്റി ഇസ്ലാം അല്ലെങ്കിൽ ആൻറ്റി മുസ്ലിം റാലിയാക്കി മാറ്റാൻ പെടുന്ന കഷ്ടപ്പാട് കണ്ടപ്പോൾ വളരെ കൗതുകവും രസമൊക്കെ തോന്നി. ഏതാണേലും നമ്മുടെ കോവാലിന് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, കേട്ടു നോക്ക്. അതുപോലെ അപ്പോൾ ഈ മുസ്ലിം പതാകകൾ, ഇസ്ലാമിക പതാകകൾ ഈ കുടിയേറ്റ വിരുദ്ധ റാലിയിൽ പങ്കെടുത്തവർ കൊണ്ടുവന്നിട്ട് അത് പരസ്യമായിട്ട് കീറിക്കളയുന്ന അവസ്ഥയൊക്കെ, രംഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. 1.5 ലക്ഷം പേര് ഇങ്ങനെ ശരിക്കും തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചു. കുടിയേറ്റ വിരുദ്ധ സുനാമി എന്നാണ് വിദേശ പത്രങ്ങളിലും റിപ്പോർട്ടുകളിലും കാണുന്നത്. കുടിയേറ്റ വിരുദ്ധ സുനാമി. ശനിയാഴ്ചയാണ് റാലി നടന്നത്. യുണൈറ്റ് ദി കിങ്ഡം എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. എടാ, യുണൈറ്റ് ദ കിങ്ഡം എന്നാ പറഞ്ഞല്ല, യുണൈറ്റ് ദ സംഗീസ് എന്നല്ല പറഞ്ഞത്. യുണൈറ്റ് അഗെയിൻസ്റ്റ് മുസ്ലിം എന്നല്ല അവിടെ പറഞ്ഞു, യുണൈറ്റ് ദ കിങ്ഡം എന്നാ പറഞ്ഞത്. അതിന് നീയൊക്കെ ഇവിടെ കൊത്തിരുന്ന് യുണൈറ്റ് സംഘി എന്നുള്ള ലെവലിലോട്ട് അങ്ങ് ഇതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, തിരിച്ചിടുന്ന നിന്റെ ഉള്ളിൽ ആ ഒരു വർഗീയ സത്വം ഉണ്ടല്ലോ, അതാ പുറത്തോട്ട് ചാടിയത്. നീ എപ്പോഴും ഇരുന്ന് പറയാണ്ട് ABCDയിൽ കൊത്തിയിരുന്ന് നീ പറയുന്ന അത്രയൊന്നും വർഗീയത ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പല BJP-ക്കാരും പറയുന്നില്ല. പക്ഷെ നീയൊക്കെ അതിന് വേണ്ടിയിട്ട് അത്യുമുത്യാണെങ്കിലും വന്ന് ചിലക്കുന്നതിൽ ഒരു കുറവും നീ ഒന്നും വരുത്താറില്ല ഒരു വട്ടവും. ബാക്കിയും കൂടെ കേക്ക്. യുണൈറ്റഡ് കിങ്ഡം എന്നല്ലേ UK? അതെ. അതിലൊരു ഇടയ്ക്ക് യുണൈറ്റഡ് ദി കിങ്ഡം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ ഐക്യപ്പെടുത്തുക, ഒന്നിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ്. കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റമൊന്നുമില്ല, കുടിയേറ്റക്കാരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈ കുടിയേറ്റക്കാരെ പുറത്താക്കിയാലേ ബ്രിട്ടൻ നന്നാവുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, കേൾക്കുന്ന ആൾക്കാരെ കേട്ടല്ലോ, അത് അവന് തന്നെ ധാരണ ഉണ്ട്. കുടിയേറ്റക്കാരെ, അതായത് ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ല, അനധികൃത കുടിയേറ്റമല്ല, കുടിയേറ്റക്കാർ UK-ലോട്ട് വന്നിട്ടുള്ള കുടിയേറ്റക്കാരെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ഈ മലർവാണത്തിന് അറിയില്ലേ, അല്ലെങ്കിൽ ഇവൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് അവിടെ വാണമേ കുടിയേറി പാർത്തത്? അല്ല അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നും മറ്റേ UP നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ജീവിതം കഷ്ടപ്പെട്ട് ചെറ്റ ജീവിതം നയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ
അവിടെ നിന്ന് അങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനേക്കാളും തോനെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും തോനെ ആൾക്കാർ കുടിയേറി പാർത്തത് ഇവന്റെ തന്ത ഭരിക്കുന്ന, അല്ലെങ്കിൽ ഇവന്റെ തന്തയുടെ പാർട്ടി ആയിട്ടുള്ള താടിജിയുടെ പാർട്ടി ആയിട്ടുള്ള ഊകിയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗതിയും പരഗതിയും ഒരു ഗുണമില്ലാണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട് കുടിയേറി പാർത്ത് ജീവിക്കുന്നത്. അത് ഈ വാണങ്ങൾ മറന്നുപോയിട്ടാണ് ഇവിടെ കുത്തിരുന്ന് ഇമ്മാതിരി തള്ളുന്നത്. അപ്പം കുടിയേറ്റക്കാരൻ അവന് തന്നെ വ്യക്തത ഉണ്ട്, കുടിയേറിയ എല്ലാ ആൾക്കാരും. പിന്നെ എവിടെ ഈ മുസ്ലിം കയറി വന്നു എന്നുള്ളതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത് മുസ്ലിങ്ങളല്ല, കുടിയേറി അങ്ങോട്ട് എന്താ പറയുക UK പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഹിന്ദു ആയിട്ടുള്ള ആൾക്കാരുമാണ്. അതറിയാണ്ടാണോടാ നീയൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ പരമവാണ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബാക്കി കേൾക്ക്. എലൺ മസ്ക് ഇല്ലേ, JD വാൻസും നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കുടിയേറ്റമാണ് വലിയ പ്രശ്നം. ബ്രിട്ടൻ ഒരു യൂറോപ്പിൽ ഇസ്ലാമിക രാജ്യമാവുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം UK ആയിരിക്കും എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലണ്ടൻ നഗര ഹൃദയത്തിൽ തന്നെയായിരുന്നു ഇത്. കണ്ടല്ലോ, അവന് അത് തമ്പുരാനെ ഇവനോടൊക്കെ ഈ വാണത്തിനോടൊക്കെ എന്ത് പറയാനല്ലേ. UK ആദ്യത്തെ കുടിയേറ്റ ഇസ്ലാമിക് രാജ്യമാക്കും എന്നാണ് ഈ ഡാഷിൻ്റെ ഒരു സംസാരം. ഇവനോടൊക്കെ ഇതിൻ്റെ അപ്പുറത്തോട്ട് കഴിഞ്ഞ ദിവസം ഇവൻ്റെ പത്രത്തിൽ, അല്ലെങ്കിൽ ഇവൻ്റെ ഒക്കെ കൂട്ടക്കാരെ കേസരി പത്രത്തിലായിരുന്നു ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റാൻ നമ്മുടെ മിഷനറീസ് ട്രൈ ചെയ്യുന്നു എന്നാണ് ഇവൻ ഇപ്പം ചലച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇതിനേക്കാളൊക്കെ വലിയ കോമഡി എന്താ വെച്ചാൽ ഈ പറഞ്ഞ ലണ്ടനിൽ ആകെ 6.5% അടുത്ത് ഏകദേശം 3.5 മില്യൺ മുസ്ലിങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ ലണ്ടനിൽ ഉള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ UK ഉള്ളത്. ഇതൊന്നും അറിയാനായിട്ടല്ല, ഈ 6% ആൾക്കാരെല്ലാവരും കൂടെ ഈ ലണ്ടനെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റാൻ പോകണമെന്നില്ല. അതാണ് അതിനേക്കാൾ ഏറ്റവും വലിയ നമ്മൾ ഒരു കോമൺ മനുഷ്യന്മാർ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതിനു പകരം ഇവനൊക്കെ ഈ സംഖ്യകൾക്ക് ഇങ്ങനെ ഊറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ഊമ്പ്യ വർത്താനം വന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിലും ഏതിലും നാട്ടിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അവിടെ ഒരു ആൻറ്റി ഇസ്ലാമിക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വായിക്കൂടെ എന്ത് ചെറ്റ വർത്താനം പറയാന്നുള്ള ചില ചെറ്റകളുടെ ഒരു നയം അത് തന്നെയാണ് ഇവനെ കൊണ്ട് ചലച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന് തന്നെ വ്യക്തമായിട്ട് തരാം അതൊരു ആൻറ്റി എന്താ പറയുക മൈഗ്രൻ്റ് റാലിയാണ്, സമരമാണെന്നുള്ളതും. ഈ UK വരുന്ന ആൾക്കാർ, UK വരുന്ന അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും UK-ക്കാരല്ലാത്ത ആൾക്കാരുടെ ഈ തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒക്കെ വിചാരം തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു പൂർണ്ണ സംഖ്യ അല്ലെങ്കിൽ ഒരു ഉത്തമ വാണസംഖ്യ എന്ന് അവൻ്റെ വിചാരം. ഈ പൂർണ്ണ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ ഈ എന്താ പറയുക നാഷണലിസ്റ്റ്, അതായത് ഈ തീവ്രതയേറിയ നാഷണലിസ്റ്റാണ്. അതാണല്ലോ സംഖ്യ എന്ന് പറയുന്നത്. അതായത് പാട്രിയോട്ടിക് അല്ലാത്ത രാജ്യത്തെ എന്താ പറയുക രാജ്യത്തെ ഭരണകർത്താക്കളോട് ചോദ്യം ചോദിക്കാത്ത ഒരുതരം വൃത്തികെട്ട നാഷണലിസ്റ്റാണ് ഈ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒരു സമരമാണ് ഇപ്പം UK നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പോലും എന്താണെന്നറിയാണ്ട് ഇവൻ്റെ വിചാരം ഈ സംഘികളാണ് എല്ലാം നടത്തുന്നത്, സംഘീസമാണ് എല്ലായിടത്തും, അല്ലെങ്കിൽ എന്താ പറയുക തീവ്ര വലതുപക്ഷ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘി പാർട്ടിയാന്നുള്ള ഈ ഊള ചിന്തകളാണ് ഇവനൊക്കെ ഇമ്മാതിരി ചെറ്റ വർത്താനം പറയിപ്പിക്കുന്നത്. പിന്നെ മനസ്സിൻ്റെ അകത്തുള്ള തീവ്ര എന്താ പറയുക വർഗീയത, ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് കാണിക്കുന്ന ദേഷ്യം. ഇവനൊക്കെ ജീവിക്കുന്നത് കേരളത്തിൽ ഈ പറഞ്ഞ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനൊക്കെ സുഖമായിട്ട് ജീവിക്കുന്ന എല്ലാവരും പരസ്പരം സഹകരണത്തോടെ, ഇവൻ്റെ വീട്ടുകാർ പോലും പരസ്പര സഹകരണമായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തുള്ള മുസ്ലിങ്ങൾ. എന്നിട്ടാണ് ഇവനൊക്കെ ഈ ചാനലിൽ കുത്തിരുന്ന് ഈ ചെറ്റ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ UK നടക്കുന്ന കാര്യത്തിലോട്ട് വരാം. കഴിഞ്ഞ ദിവസം എന്താ പറയുക നമ്മുടെ ടോമി റോബിൻസന്റെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ ഒരു സമരത്തിന് 1.5 ലക്ഷം ആൾക്കാരാണ് അവിടെ പങ്കെടുത്തത്. അവരുടെ മെയിനായിട്ടുള്ള മുദ്രാവാക്യം അവിടെ വരുന്ന ഏത് മൈഗ്രൻറ്റും, അത് അങ്ങോട്ട് വരുന്ന ഏത് മൈഗ്രൻറ്റും അവിടെ നിന്ന് പോകണം, അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു വേണം, അവിടുത്തെ ജോലി, അവിടുത്തെ സമ്പദ് വ്യവസ്ഥ, അവിടുത്തെ കച്ചവടം, അവിടുത്തെ ബിസിനസ് എല്ലാം അവർക്ക് അവരുതാവണം. അവർക്ക് ഈ പറഞ്ഞ അപ്പുറത്തുനിന്നും ഇപ്പുറത്തും ഒക്കെ അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ബുദ്ധനാണെങ്കിലും ജൈനനാണെങ്കിലും സിക്കനാണെങ്കിലും വന്ന് ചെയ്യണ്ട, അത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വേണം. നമ്മുടെ രാജ്യത്ത് ഇപ്പം നമ്മുടെ നാട്ടിലോട്ട് ഇന്ത്യയിലോട്ട് ഈ പറഞ്ഞ കുറേ വൈറ്റ്സും യൂറോപ്യൻസും അറബ്സും എല്ലാവരും കൂടെ അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ അവർക്ക് കൊടുക്കുന്നു, ഇവിടെ ബിസിനസ്സുകൾ അവർ ചെയ്യുന്നു, അവരിവിടുന്ന് കാശ് എടുത്തിട്ട് അവരെ നാട്ടിലോട്ട് കൊണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നൊരു വികാരം അത് തന്നെയാണ് ഇപ്പോൾ അവിടെ എല്ലാവർക്കും തോന്നിയത്. അത് ഈ നാട്ടിലെ മലയാളിക്കും കിട്ടും പണി, ഹിന്ദിക്കാരനും കിട്ടും പണി, ഗുജറാത്തിക്കും കിട്ടും പണി, എല്ലാത്തിനും പണി കിട്ടും. അതല്ലാതെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് മുസ്ലിം മൈഗ്രൻ്റാണ് പുറത്തു പോകുന്നല്ല ഈ ഒരു സമരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ വാണം അറിയില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ അറിയാം, കുറച്ച് മുമ്പ് ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മേലെ ഇരുന്നിട്ട് ഒരാൾ ബാങ്ക് കൊടുത്തത് അത് കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്ത് ചെറ്റത്തരാണ് അവിടെ പോയി കാണിക്കുന്നത് എന്നുള്ളത്.
അതേപോലെ തന്നെ ഗണപതി ബപ്പൻ്റെ എന്താ പറയുക സ്റ്റാച്യു പിടിച്ചിട്ട് അവിടുത്തെ കണ്ട കനാലുകളിലും അല്ലെങ്കിൽ കണ്ട ലേക്കുകളിലൊക്കെ കുത്തി താത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വാണങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേന്ന്. ജയശ്രീരാം വിളിയും വിളിച്ചിട്ട് ഈ കാവി കോണം കൈ പിടിച്ച് ലണ്ടൻ തെരുവ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു മഹാവാണങ്ങളെ നിങ്ങൾ ബാക്കിയുള്ള ഇന്ത്യക്കാരെയും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ബാക്കി മലയാളികളെയും മറ്റെല്ലാ രാജ്യക്കാരെയും പറയിപ്പിക്കൽ ഈ വാണങ്ങൾ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരെയാണ് ഈ പറഞ്ഞ ആൾക്കാർ സമരം ചെയ്യുന്ന അവിടുത്തെ ആൾക്കാർ. അവിടെ ആൻറ്റി മുസ്ലിമും അല്ലെങ്കിൽ ആൻറ്റി മുസ്ലിം മൈഗ്രൻറ്റും അല്ല എന്നുള്ളൊരു ചിന്ത ഇവനൊന്നും ഇല്ല. അതാണ് ഇവൻ്റെയൊക്കെ പ്രശ്നം. അത് ഏതാണെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടു ഇന്ത്യൻസിനെതിരെ, അതുപോലെ അയർലാൻഡിൽ കണ്ടു ഇന്ത്യൻസിനെതിരെ. ഇവിടെ ഒന്നും മുസ്ലിംസിനെതിരെ അല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ അതൊരു ഒരു 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 UK, അയർലാൻഡ്, ഓസ്ട്രേലിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പം ക്രിസ്ത്യൻ അവിടെ അവരുടെ കൾച്ചറിൽ, ഒരു യൂറോപ്യൻ കൾച്ചറിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അവിടെ കൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് ദേഷ്യം വരും. നമ്മുടെ അതായത് ഒരു ക്രിസ്ത്യാനിറ്റിയിൽ ജീവിച്ചു പോണ രാജ്യത്ത് നമ്മളവിടെ പോയിട്ട് വാങ്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ ജയശ്രീരാം വിളിച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കി അവർക്ക് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ അവർ വളരെയധികം പ്രകൃതിനെ സ്നേഹിച്ച് അത്ര ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഗണപതി ബപ്പമാരെല്ലാവരും കൂടെ അവിടുത്തെ എന്താ പറയുക ഈ കായലിൽ മുക്കി അവിടെ മലിനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഓൾറെഡി ഇന്ത്യയിലെ മൊത്തം ഈ പുഴകളും എന്താ പറയുക കനാലുകളും എല്ലാം അവർ കേടുവരുത്തി. ഇനി അവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ കേടുവരുത്താനാണോ? അങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങി പൊക്കോ എന്ന് വ്യക്തമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. ഇതിനൊക്കെതിരെയാണ് ഈ പറഞ്ഞ ആൾക്കാർ സമരം ചെയ്യുന്നതൊക്കെ. അതിലോട്ട് ഈ ഇസ്ലാമോഫോബിയും ആൻറ്റി ഇസ്ലാം തിങ്കിങ്ങും ഒക്കെ കയറ്റി വരുന്ന നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ സംഘപരിവാണങ്ങളാണ് നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത്. അല്ലാണ്ട് UK ഓസ്ട്രേലിയക്കാരെയും അയർലാൻഡുകാരെയും ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കിളവനാണെങ്കിലും ഏത് പ്രായക്കാരനാണെങ്കിലും ഇവനൊക്കെ കണ്ടറിഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക വേണ്ടത്. എങ്കിലേ നമ്മളെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇവനെപ്പോലത്തവന്മാർ മാതിരി എല്ലാ ചെറ്റ വർത്താനം ചാനലിൽ കുത്തിരുന്നത് പോലെ പറയും.